ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടുകളൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാലേ കഥ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഇപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. കട്ട് ചെയ്താൽ ജിയ വിളിച്ചു പറഞ്ഞു റോഹൻ വന്നിരിക്കുവാണ്. അവൻ ഗുരാന്റെ പെട്ടിയും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് 15 ദിവസം നിന്റെ അച്ഛനും അമ്മയും ഇവിടെയില്ല. നീ തനിയെ ഇരിക്കുന്നത് കൊണ്ട് എന്റെ മുത്തശ്ശിക്കും സമാധാനമില്ല. ഡെയിലി എനിക്ക് വന്ന് നിന്നെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? സോ ഇന്ന് മുതൽ നിന്റെ അച്ഛനമ്മ വരുന്നത് വരെ എന്റെ വീട്ടിലാണ് നീ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. മുത്തശ്ശി നിന്നെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞതും പാവം മുത്തശ്ശി, ഞാൻ എന്തിനാ അവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ, ഞാൻ വരുന്നില്ലെന്ന് ഗുരാൻ പറയും. നോക്ക്, നീ വരുന്നുണ്ടെന്ന് പറഞ്ഞ മുത്തശ്ശി കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഫുഡിന്റെ ലിസ്റ്റ് പറയാൻ തുടങ്ങിയതും ഇവൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പോകാമെന്ന് പറഞ്ഞ് പെട്ടിയെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോ റോഹന്റെ വീട്ടിലാണ് കാണിക്കുന്നത്. തനിയെ റൂംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് താഴെ കിടന്നുറങ്ങാൻ വേണ്ടി വിരിച്ചു കൊടുത്തിരിക്കുവാണ്. എനിക്കെന്താ ഇവന്റെ കൂടെ കിടക്കാൻ കൊതിയായിട്ടെന്നാണോ? എല്ലാം എന്റെ മുത്തശ്ശിക്ക് വേണ്ടിയാണെന്ന് റോഹൻ പറയുമ്പോ അതൊക്കെ ശരി, എവിടെ ഗുരാൻ എവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് നോക്കുമ്പോ അവന്റെ അമ്മ അവനെ കോള് ചെയ്തിട്ടുണ്ട്. അമ്മയുമായിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുവാണ്. ഇവന് പനി വന്നത്, മുത്തശ്ശിയുടെ വീട്ടിലുള്ളത് ഒന്നും ഇവൻ പറയുന്നില്ല. നോർമലായിട്ട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം വളരെ സാഡ് ആയിട്ട് അവനിങ്ങനെ നിൽക്കുവാണ്. ഇപ്പോ ജി അവിടേക്ക് വന്നതും ഇവനെ നോക്കി ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നത് പോലെയൊക്കെ ആക്ഷൻ കാണിച്ച് അവനെ ചിരിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ മൈൻഡേ ചെയ്യുന്നില്ല. അവന്റെ വിഷമം അവനല്ലേ അറിയൂ, പാവം. ഇപ്പോ എന്തിനാ നീ ഇങ്ങനെ ഷോ കടിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ എന്റെ പാരന്റ്സിന് എന്നെക്കാളും അവരുടെ പേഷ്യൻസിനാണ് ഇമ്പോർട്ടന്റ്. ഞാൻ ചെറിയ വയസ്സായിരിക്കുമ്പോ മുതല് അവരെപ്പോഴും ഓവർ ടൈം കഴിഞ്ഞ് വീട്ടിലേക്ക് വരും. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പേ തനിയായിരിക്കും, ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാലും തനിയായിരിക്കും. സോ ഇങ്ങനെയാണ് എന്റെ ലൈഫ്. എപ്പോഴും ഞാൻ തനിച്ച് തന്നെ ആയിരിക്കും. എനിക്ക് എന്റേതായി കൂടെയുള്ളത് എന്റെ കുറച്ച് സാധനങ്ങളും പിന്നെ പില്ലോസും മാത്രമാണ്. അതാ എനിക്കിപ്പോ ഒരു ആശ്വാസം എന്ന് പറഞ്ഞ് അവന്റെ ഫീലിങ്സ് ഒക്കെ അവൻ പറയാൻ തുടങ്ങിയതും ജിയ അതിന് പക്ഷെ ഇന്ന് ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ, സോ നീ പറഞ്ഞതിൽ ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോഴും അവൾ അവനെ സന്തോഷിപ്പിക്കാനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് നമ്മുടെ ജിയ വീട്ടിലേക്ക് പോയി. നൈറ്റ് മുത്തശ്ശി പാലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് സുഖമായി കിടന്നുറങ്ങുക ഗുരാൻ, കോൾഡ് പിടിക്കും, നന്നായിട്ട് പുതച്ചു മൂടിയൊക്കെ കിടക്കണേന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാണ്. ഇവനും വളരെ സന്തോഷമായിട്ടാണ് കിടക്കുന്നത്. പെട്ടെന്ന് അവന് ജിയയുടെ ഓർമ്മയൊക്കെ വരുന്നുണ്ട്. ഇവര് രണ്ടുപേരും ഇന്നുണ്ടായിരുന്ന മൊമെന്റ്സ് ആണ് അവൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അതോർത്ത് അവൻ ഒരുപാട് ചിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ റോഹനും ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൻ ഇപ്പോ തിരിഞ്ഞു കടന്ന് കണ്ണ് തുറന്ന് നോക്കിയതും റോഹൻ ഇവനെ കണ്ണുരുട്ടി നോക്കി കിടക്കുവാണ്. എന്തിനാടാ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഇല്ലടാ, നിന്നെ കണ്ടാല് പനിയുള്ള പോലെ ഒന്നും തോന്നുന്നില്ലല്ലോ, നിനക്ക് ശരിക്കും പനിയുണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്റെ പനി കുറച്ച് കുറവുണ്ട്, ഞാനിപ്പോ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു കിടക്കുവാണ്. എവിടെ, ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇവന്റെ തല കൊണ്ടുവന്ന് നെഞ്ചത്ത് വെച്ച് നോക്കിയാല് എന്താണ് നിന്റെ ഹാർട്ട് ബീറ്റ് ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നേ, നിനക്ക് ശരിക്കും വലിയെന്താ അസുഖമാണെന്ന് പറഞ്ഞതും ഇവൻ ഉത്തരം മുട്ടുന്നുണ്ട്. തിരിഞ്ഞു കിടന്ന് ഉറങ്ങാനായിട്ട് നോക്കിയാല് റോഹൻ വിടുന്ന ലക്ഷണമില്ല. ഇല്ല, ഞാൻ ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഉരുണ്ട് പെരുണ്ട് തല്ല് പിടിച്ചുകൊണ്ട് കിടക്കുവാണ്. ഇപ്പോ നെക്സ്റ്റ് മോർണിംഗ് നമ്മുടെ ഹീറോ നല്ല ഉറക്കത്തിലാണ്. അവന്റെ ഫോണിലേക്ക് തുരുതുരാ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവൻ എഴുന്നേറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ ഇവര് ഫ്രണ്ട്സിന് മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നമ്മുടെ ഗുരാന് പാടില്ലെന്നും കൂടെ നമ്മുടെ ഹീറോയിൻ സുസുവിനും പാടില്ലെന്നും മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇത് കണ്ട അടുത്ത സെക്കൻഡിൽ ഇവൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഇവിടെ ഇവളാണെങ്കിൽ പനി പിടിച്ച് ടയേർഡായി TV ഒക്കെ കണ്ടുകൊണ്ട് കിടക്കുമായിരിക്കും. പെട്ടെന്ന് കതവ് തുറക്കെന്ന് പറഞ്ഞ് ഹീറോ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ നീ എനിക്ക് വേണ്ടിയാണോ വന്നതെന്ന് പറഞ്ഞ് അവള് ഹാപ്പി ആയിട്ട് ഡോർ തുറന്ന് നോക്കിയാൽ അവനെ കാണുന്നില്ല. താഴെ മരുന്ന് മാത്രം വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഉടനെ അവനും കോള് ചെയ്ത് ഗുരാന് പാടില്ലെന്ന് പറഞ്ഞത് കൊണ്ട് വാങ്ങിയതാണ്, അതുകൊണ്ട് നിനക്കും കൂടെ എക്സ്ട്രാ വാങ്ങിയതാണെന്ന് പറഞ്ഞതും ഓക്കെ ശരി, മെഡിക്കൽ ഷോപ്പ് എവിടെയുള്ളത്, എന്റെ വീട് എവിടെയുള്ളത്, ശരി മനസ്സിലായി എന്ന് പറഞ്ഞ് ഇവൾ അവനെ കളിയാക്കാനായിട്ട് തുടങ്ങുവാണ്. ഇവിടെ ഇവന്മാര് രണ്ടുപേരെയും കാണിച്ചാല് എടാ ജാങ് വരുവാടാ എന്ന് ചോദിക്കുമ്പോ എന്തായാലും വരുമെന്ന് പറഞ്ഞ് കയ്യിൽ കൗണ്ട് ഡൗൺ ഒക്കെ ചെയ്ത് കതവ് തുറന്ന് നോക്കിയാല് നമ്മുടെ ഹീറോ വന്ന് നിൽക്കുന്നുണ്ട്. ഇവന് വേണ്ടി മെഡിസിൻ ഒക്കെ വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രോ, സത്യമായിട്ട് നീ എനിക്ക് വേണ്ടി വാങ്ങിയിട്ട് വന്നതാണോ എന്ന് പറഞ്ഞ് ഗുരാൻ ഭയങ്കര സെന്റി അടിക്കുന്നുണ്ട്. ഇപ്പോ നൈറ്റ് ഹീറോ ഇവന്മാര് വിട്ടിട്ടില്ല, അവിടെ തന്നെ പിടിച്ച് സ്റ്റേ അടുപ്പിച്ചിരിക്കുവാണ്. രണ്ടുപേരുടെയും കൈയൊക്കെ നല്ല മുറുക്കി പിടിച്ചിട്ട് ഇവൻ സുഖമായിട്ട് നടക്ക് തന്നെ കിടക്കുന്നുണ്ട്. ഞാൻ ഇതറിയാതെ നിനക്ക് മെഡിസിൻ വാങ്ങിക്കൊണ്ട് വന്നട എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡില് ജാങ് ഫീൽ ചെയ്തുകൊണ്ട് കിടക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് റോഹൻ പാവം പിള്ളേരെന്ന് പറഞ്ഞ് രണ്ടുപേർക്കും പൊതിപ്പിച്ചൊക്കെ കൊടുത്തിട്ട് നോക്കിയാല് ഇവന്മാര് രണ്ടുപേരും കണ്ണു പിടിച്ച് ഇവനെ തന്നെ നോക്കി കിടക്കുവാണ്. എന്താണ് നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നേ, ഇതൊക്കെ നോർമൽ അല്ലേ, ഇനി വല്ല പനി പിടിക്കേണ്ട എന്ന് കരുതി പൊതിപ്പിച്ചതാണെന്ന് പറയുമ്പോ അപ്പൊ ഞങ്ങൾ അത്രയ്ക്ക് വീക്കാണെന്നാണ് നീ പറയുന്നതെന്ന് പറഞ്ഞ്
ഗുരാൻ എഴുന്നേറ്റ് വന്ന് അവന്റെ മസിലൊക്കെ കാണിച്ചിട്ട് രണ്ടുപേരും പിന്നെയും തല്ലുപിടിക്കാനായിട്ട് തുടങ്ങുവാണ്. കണ്ടോ ഞാൻ സ്ട്രോങ് ആണെന്ന് പറഞ്ഞ്. ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാത്ത ജാങ് തിരിഞ്ഞ് മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുവാണ്. ഇവന്മാരി എന്തേലും കാണിക്കട്ടെ എന്ന പോലെ. ഇപ്പോ പെട്ടെന്ന് ഗുരാന് ഫോൺ കോൾ വന്നതും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അവന്റെ അമ്മയാണ് കോൾ ചെയ്തിരിക്കുന്നത്. എന്നെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അമ്മേ, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണുള്ളത്, നിങ്ങൾ അവിടെ സേഫ് ആയിരിക്കെന്ന് പറഞ്ഞതും അതൊക്കെ ഓക്കെ, നാളെ നിനക്ക് സ്കൂളില്ലേ മോനെ, വേഗം ചെന്ന് ഉറങ്ങാൻ നോക്ക്, ചെല്ലി പോ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തിട്ട് പോകുവാണ്. ഇപ്പോ ജാങ് പിറകിൽ നിന്ന് വന്ന് അവന്റെ ജാക്കറ്റ് കൊടുത്തതും അവൻ അത് വാങ്ങിയിട്ടിട്ട് എല്ലാവരും അവരുടെ ലൈഫിൽ ഒരു ഹീറോ ആയിരിക്കണം എന്നാ വിചാരിക്കുന്നത്. പക്ഷെ എന്റെ ലൈഫിലെ ഹീറോയായ എനിക്ക് അവന്റെ പാരന്റ്സ് കൂടെയില്ല, അതെത്ര കഷ്ടമാണെന്ന് എനിക്ക് അറിയുമെന്ന് പറഞ്ഞ് അവൻ വളരെ ഇമോഷണൽ ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോ ഹീറോ അവന് കുറച്ച് റിലാക്സ് ആയിട്ട് ഫീൽ ആകാൻ വേണ്ടിയിട്ട് അവന്റെ വാക്മാൻ എടുത്ത് ഗുരാന് കൊടുക്കുന്നുണ്ട്. ഓ, ഇതുണ്ടെങ്കിൽ എനിക്ക് ഓക്കെ ആവോന്ന് ചോദിച്ചതും ഇവന്മാര് തിരിഞ്ഞു നോക്കിയാല് റോഹനാണെങ്കിൽ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുവാണ്. അത് സഹിക്കാൻ പറ്റാതെയാണ് ജാങ് എഴുന്നേറ്റ് വന്നത്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിച്ചാല് റോഹൻ ഇവരുടെ ഫോട്ടോസ് എല്ലാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടെ ജിയയും അതേപോലെ ആ ഫോട്ടോസ് എല്ലാം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഗുരാൻ റോഹന്റെ ഫോണെല്ലാം തട്ടിവിട്ടതും പോരാഞ്ഞ് ബെഡ്ഷീറ്റിന് വേണ്ടി തല്ലി പിടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ രാത്രി മൊത്തം ഇവന്മാര് പിടിവലിയായി ബഹളമായി. പാവൻ ജാങ് ആണ് ഇവന്മാരുടെ ഇടയിൽ പെട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്താല് ഇപ്പൊ മൊമെന്റ്സ് പോലെയാണ് കാണിക്കുന്നത്. സുസു ക്യാമറയ്ക്ക് ഓൺ ചെയ്ത് വെച്ച് ഈ ബാഗാണ് ഞാൻ യൂസ് ചെയ്തത്, ഈ ഹോട്ട് വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ അതാണ് ജാങ് യൂസ് ചെയ്തത്, പിന്നെ ഈ മെഡിസിനൊക്കെ അവൻ എനിക്ക് വേണ്ടി വാങ്ങി തന്നതാ, എന്നെ അവൻ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്, സോ സ്വീറ്റ് എന്ന് പറഞ്ഞ് അവള് സന്തോഷത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോ ഹീറോയുടെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. നീ മരുന്ന് കഴിച്ചായിരുന്നോ, ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്, കുറവുണ്ടോ, വേഗം കിടന്നുറങ്ങാൻ നോക്ക്, നാളെ ആകുമ്പോ റെഡി ആകുമെന്ന് പറഞ്ഞതും അതെ, നീ തന്ന മെഡിസിൻ കഴിച്ചത് കൊണ്ട് എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട്, താങ്ക്സ് ജാങ് എന്ന് പറഞ്ഞ് അവൾ ഉറങ്ങാനായിട്ട് കിടക്കുവാണ്. നോക്കിയാല് നമ്മുടെ ഹീറോ അവളുടെ വീടിന് വെളിയിൽ നിന്നാണ് അവളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഹീറോയിന്റെ റൂമിലെ ലൈറ്റ് ഓഫ് ആയതും അവനും ചെറിയ സ്മൈലോട് കൂടി അവിടെ നിന്ന് നടന്നു പോകുവാണ്. ഇപ്പോ നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ ടീച്ചർ വന്നിട്ട് ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കോളജി ടീച്ചർ വന്ന് സൈക്കോളജി സെമിനാർ എടുക്കാൻ പോകുവാണ്. ആർക്കെല്ലാം താല്പര്യമുണ്ടോ ചെന്ന് അറ്റൻഡ് ചെയ്യ്, കമ്പൽസറി അല്ലേ എന്ന് പറയുവാണ്. അപ്പോ റോഹനും ഇത് കേട്ട് ഇവന്മാരോട് ജിയ നമുക്ക് വേണ്ടി സീറ്റ് പിടിച്ചു വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ, നമ്മൾ വരുന്നില്ലെന്ന് പറയട്ടെ എന്ന് ചോദിച്ചതും എന്ത് ജിയോ, വേണ്ട എന്റെ ലൈഫ് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്, നമുക്കും പോയി അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ഗുരാനാണ് ഫസ്റ്റ് ഇറങ്ങി ഓടുന്നത്. ഇപ്പൊ ആ സെമിനാർ ഹാളിലാണ് കാണിക്കുന്നത്. സാറ് സെമിനാർ തുടങ്ങിയതും പിള്ളേരെല്ലാം ബോറടിച്ച് ചിലവരൊക്കെ ഉറങ്ങി തൂങ്ങി വീഴാനും തുടങ്ങി. അത് മനസ്സിലാക്കിയ സാറും ശരി മനസ്സിലായി, നമുക്ക് ഇനി എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. നിങ്ങൾക്കെല്ലാവർക്കും മ്യൂസിക് ഇഷ്ടമല്ലേ? ജയയുടെ മ്യൂസിക് ഒക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലോ. അതിൽ അവരുടെ ഹെർ ഐലാഷസ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലഞ്ച് ബ്രേക്കിലെ ടൈമിലൊക്കെ ഈ സോങ് ഞാൻ എപ്പോഴും കേൾക്കുമായിരുന്നു. ഈ സോങ് ഒരു തവണ ഞാൻ ക്ലാസ്സിൽ വെച്ച് പാടിയപ്പോ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ബെഞ്ചിൽ തട്ടി എന്നെ ചീർ ചെയ്യുമായിരുന്നു. അതേപോലെ ഞാൻ പാടി കണ്ണു മൂടിയപ്പോ എനിക്ക് അവളുടെ കൺപീലുകളാണ് ഓർമ്മ വന്നത്. എനിക്കറിയില്ല, ഒരുപക്ഷെ ആ സോങ് ആയിരിക്കുമോ എന്നെ അങ്ങനെയൊക്കെ തോന്നിപ്പിച്ചത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് എനിക്ക് തോന്നി തുടങ്ങി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതാണ് ഫ്ലേട്ടറിങ് ഫീലിങ്സ് എന്ന്. ഇത് കേട്ടതും സുസോ ജാങ്ങിനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവൾക്ക് ഒരുമാതിരി ഫീല് വന്നതും ഇതാണോ ഫീലിങ്സ് എന്ന് അവൾ അവളുടെ മനസ്സിൽ പറയുവാണ്. ഇവിടെ സാറും ഇതിനനുസരിച്ച് ഇതിന് ചെറിയൊരു സ്മൈലോ അല്ലെങ്കിൽ ഐ കോണ്ടാക്റ്റോ മാത്രം മതിയെന്ന് പറഞ്ഞതും ഇവിടെ ഗുരാൻ ആണെങ്കിൽ ജിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ പെട്ടെന്ന് അവളെ തിരിഞ്ഞ് ഇവനെ നോക്കിയതും ഇവന് പെട്ടെന്ന് എന്തോ പോലെ ആകുന്നുണ്ട്. പക്ഷെ ഇവിടെ സാർ ഇതെല്ലാം പറഞ്ഞിട്ട് ഇത് ഈ വയസ്സിൽ തോന്നുന്ന ജസ്റ്റ് ഫീലിങ്സ് ആണെന്ന് പറഞ്ഞിട്ട് സെമിനാർ എടുക്കാനായിട്ട് തുടങ്ങുവാണ്. ഇപ്പോ സെമിനാർ ഒക്കെ കഴിഞ്ഞ് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഇവര് 3 പേരും നടന്നു വരുവാണ്. അപ്പൊ ഒരു പെൺകുട്ടി തലയില് ഹെയർ പിന്നെ കുത്തിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ട് എടാ അത് നോക്ക്, ആ ഹെയർ പിന്നെ ജിയക്ക് സൂപ്പർ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞതും ഇവന്മാര് തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് ജിയയോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇല്ലടാ, അവളുടെ ഫേസ് കുറച്ച് വലുതാണല്ലോ, ഇതേപോലെ വലിയ ക്ലിപ്പൊക്കെ കുത്തിയാൽ ഭംഗിയായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുമല്ല ഇന്ന് ഈ ക്ലൈമറ്റ് വരെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ വേറെ ഏതോ ലോകത്തുള്ളത് പോലെയാണ് നടന്നു പോകുന്നത്. ഇവന്മാര് ഇവൻ ഇത് എന്ത് പറ്റിയെന്ന പോലെ നോക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോ നൈറ്റ് ക്ലാസ് കഴിഞ്ഞ് ഇവര് നടന്നു വരുമ്പോ ജിയെ മാത്രം കാണുന്നില്ല. അവൾ എവിടെ പോയെന്ന് ചോദിക്കുമ്പോ ഷെന്നിനെ കാണാൻ പോയിരിക്കുവാണെന്ന് സുസോ പറയുവാണ്. ഇത് കേട്ടതും ഞാൻ എന്റെ നോട്ട് എടുക്കാനായിട്ട് മറന്നുപോയി, ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞ് ഓടിക്കളയുവാണ്. ഇവിടെ നമ്മുടെ ജിയ ആണെങ്കിൽ ആരുമില്ലാത്ത സമയം നോക്കി ഷെന്ന് ചേട്ടന്റെ ക്ലാസ്സിനുള്ളിലേക്ക് വന്ന് അവന്റെ ബെഞ്ചൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇവൾ ഇടയ്ക്കിടയ്ക്ക് പേപ്പർ വെച്ചിട്ട് സ്റ്റാർ ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ, അത് വെക്കാൻ വന്നതും ഗുരാൻ വന്ന് ഡോറ് തുറന്നതും ഇവളാകെ പേടിച്ചു പോകുന്നുണ്ട്. ഞാൻ ചുമ്മാ ഇതുവഴി വന്നതാണെന്ന് പറഞ്ഞ് അവളെ പേടിച്ചിട്ട് സോറി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇത് കേട്ട് ഇവൻ ചിരിക്കുന്ന സൗണ്ട് കേട്ടാണ് ഇവള് കണ്ടുപിടിക്കുന്നത്.
നീ എന്താ ഇവിടെ ചെയ്യുന്നെന്ന് ചോദിക്കുമ്പോ ഇവൻ ഉള്ളിലേക്ക് വന്ന് ഇത് കണ്ടിട്ട്, നിനക്ക് കുറച്ച് പോലും ബോധമില്ലേ? നിന്റെ പേരില്ലാതെ അവൻ എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? അവൻ എന്താ വല്ല ജോലിസിനോ മറ്റോ ആണോ? ഗണിച്ച് കണ്ടുപിടിക്കോ എന്ന് ചോദിക്കുമ്പോ, എനിക്കിത് അവന് കൊടുത്താൽ മാത്രം മതി, ഞാനാണ് കൊടുത്തതെന്ന് മനസ്സിലാക്കൊന്നും വേണ്ടെന്ന് അവള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവിടേക്ക് ആരോ നടന്നു വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് കേട്ടതും പെട്ടെന്ന് അവള് അവന്റെ കൈ പിടിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോയി ഒരു പ്ലേസിൽ ഒളിച്ചിരിക്കുവാണ്. ഇവര് വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവളാണെങ്കിൽ ഇവന്റെ കൈ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഇവൻ ഒരുമാതിരി ഫീൽ ആകുന്നുണ്ട്. ഇപ്പോ വന്ന ആള് പോയതിനു ശേഷം ജിയ അവനോട്, എന്താണ് നിന്റെ മുഖമൊക്കെ ഇങ്ങനെ ചുവന്നിരിക്കുന്നേ? നിന്റെ ഫീവർ ഇതുവരെ മാറിയില്ലേ എന്ന് ചോദിക്കുമ്പോ, ഇവിടെ വളരെ ചൂടല്ലേ, അതായിരിക്കും എന്ന് പറഞ്ഞ് അവൻ ഒരു വിധത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോ ബോട്ടിലൊക്കെ വെച്ചിട്ട് തിരികെ പോകാനായിട്ട് തുടങ്ങിയതും ടേബിളിലിരിക്കുന്ന ബുക്കെല്ലാം താഴേക്ക് വീഴുന്നുണ്ട്. അതെല്ലാം അവൾ എടുത്തു വെക്കുമ്പോ ഷെന്നിന്റെ നോട്ടിൽ നിന്ന് ഒരു ഫോം കിട്ടുന്നുണ്ട് ഇവൾക്ക്. അത് അവൻ അബ്രോഡിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള ഒരു ഫോം ആയിരിക്കും. ഇത് കണ്ട് അവൾക്ക് ഒരുപാട് വിഷമാകുന്നുണ്ട്. വീട്ടിലേക്ക് വന്നിട്ടും അവൾക്ക് പഠിക്കാൻ പോലും പറ്റുന്നില്ല. വളരെ ശോകത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിയുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടുമായിട്ട് കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.